പ്രതീക്ഷിക്കാണ്ട് ഇതേ വൈകിട്ട് ചെറുതായിട്ടൊന്ന് മഴ തൂളിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് നോക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇതുപോലെ മഴ പെയ്യുമ്പോൾ നമ്മുടെ മുറ്റത്തിന്റെ കോല എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ തേജപ്പം ക്ലാസ് കഴിഞ്ഞ് വന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് ഇരുത്തിയേക്കട്ടെ. അപ്പോൾ അവന് ഫ്രൂട്ട്സ് കണ്ടപ്പോൾ മുന്തിരി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മുന്തിരി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സ് ഇതേ കളിക്കാൻ വന്നപ്പോൾ അവരുടെ കൂടെ അതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇന്ന് വലിയൊരു പണി ഉണ്ടായിരുന്നു. മഴ ഒന്നാമത് തോർന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് ഡെയിലി മുറ്റടിക്കേണ്ട ഒരു പണി പോലെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യം എന്ന് പറയുമ്പോൾ മുറ്റത്ത് വീഴുമ്പോൾ കരടൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. വലിയ കരട് വരുമ്പോൾ അടിച്ചോരിടുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഇങ്ങനെ കുറച്ച് നീറ്റായതുകൊണ്ട് ചെറുതായിട്ട് കരട് വീഴുമ്പോഴേക്കും എടുത്തറിയുന്നുണ്ട്. അതുകൊണ്ട് ഇതേ മുറ്റടിക്കേണ്ടത് എനിക്ക് വലിയൊരു പണിയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ് എന്നൊക്കെ അടിച്ചെടുക്കാൻ നല്ല പണിയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ കിടക്കുമ്പോഴേക്കും അങ്ങനെ ഇടാൻ തോന്നില്ല, ഞാൻ മുറ്റടിച്ച് പോവും. അങ്ങനെ ഇത് എല്ലോടും മുറ്റടിച്ചെടുക്കുന്നുണ്ട്. കുറേ നേരം വേണം കേട്ടോ അപ്പോൾ മുറ്റടിക്കാൻ. പിന്നെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കരടും ഈ കുഞ്ഞി കരട് കിട്ടാനാട്ടോ പണി. വലുതൊക്കെ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാൻ പറ്റും, ചെറുതൊക്കെ ആയിരുന്നു പണി. അങ്ങനെ എല്ലാ അതേ ബാക്കിലേക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ എല്ലോടും നമ്മുടെ ബാക്കിലെ മുറ്റും എല്ലോടും അടിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പൊ കാറ്റുകാലായോണ്ടാട്ടോ ഇത്രയും കരട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരാറില്ല. ഇതിപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ മരങ്ങളും ഇതൊക്കെ ഉള്ള കാരണം നന്നായിട്ട് കരട് വീഴുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കരട് വരില്ല ഇപ്പൊ കാറ്റുകാലായോണ്ടാണ്. പിന്നെ നമ്മുടെ തേജു ഇതേ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കളി കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ കളി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എല്ലാവരും കൂടി ഇതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിൽ കളിക്കാൻ പുതിയൊരാളും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ തേജപ്പന്റെ ഫ്രണ്ട്സിലെ മിച്ചു നിവേദും അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിയായിരുന്നു കേട്ടോ. അപ്പൊ അവനും ഉണ്ടായിരുന്നു കളിക്കാൻ. അങ്ങനെ ഇവരെല്ലാവരും എന്താ പറയാ, ആമ്പിള്ളേർ പിന്നെ അങ്ങനെയാണല്ലോ, വണ്ടികളോടായിരിക്കുമല്ലോ അവർക്ക് പ്രിയം. അങ്ങനെ എല്ലാവരും കൂടി ഇതേ വണ്ടികളൊക്കെ എടുത്തിട്ട് കുറേ നേരം നിന്ന് കളിച്ചു കേട്ടോ. കുറേ നേരം വെച്ചാൽ കുറേ നേരം ഉണ്ടായിരുന്നു. ഏകദേശം ഇരുട്ടാവാറായിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിൻചേട്ടനും വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻചേട്ടനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്, പക്ഷേ ഇവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണല്ലോ, അതുകൊണ്ട് അവരുടെ ടാറ്റയൊക്കെ തന്നിട്ട് പോയിട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിൻചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. വിൻചേട്ടൻ വന്ന വഴിക്ക് തേജുവിന് പറയേണ്ടായിരുന്നത് ആ ഉണ്ണിയുടെ മുടി ശ്രദ്ധിച്ച് അതുപോലെ മുടി വളർത്തണം എന്നൊക്കെയായിരുന്നു കേട്ടോ. പക്ഷെ അവൻ്റെ സ്കൂളിലെ ഇലയോടല്ല, അതുകൊണ്ട് പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻചേട്ടൻ മീറ്റിങ്ങിലാണ് കേട്ടോ, അതുകൊണ്ടാണ് വിൻചേട്ടനെ മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീറ്റിങ്ങിലടി എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് നമ്മുടെ മുട്ടക്കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും നമ്മുടെ മെയിൻ ആയിട്ട് കേട്ടോ രാത്രിത്തെ അത് ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ വിൻചേട്ടൻ എനിക്ക് തുണക്കി വന്ന് നിന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ വിടില്ലല്ലോ, അതേ കറി ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി വിൻചേട്ടന് കൊടുത്തു. ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കി. കറി ഉണ്ടാക്കുക മീൻസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഓയിൽ കൂടിയോ എന്നൊരു ഡൗട്ട് എണ്ണ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇളക്കി കൊടുത്ത് ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ കൂടിയിട്ട് നമ്മളിരുന്ന് കഴിക്കട്ടോ. അപ്പോൾ തേജുവിന് മുട്ട സെപ്പറേറ്റ് ഇട്ടെന്നാൽ മതി, കറിയിട്ട വേണ്ട. അതായത് കറിയിലിട്ട ആ ഒരു കളർ അവന് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ വേണ്ട പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.